നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പണമിടപാട് സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ. അവർ അവരുടെ സുഹൃത്തിന്റെ കണ്ണീര് കണ്ട് സങ്കടം കണ്ട് അവരെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പണമൊന്നുമില്ലാത്തത് കൊണ്ട് തന്റെ സുഹൃത്തിന്റെ കണ്ണീരൊപ്പാൻ ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടി ആ കടുങ്കൈ ചെയ്തു. അതായത് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഉടമ പോലും അറിയാതെ അവർ സ്വർണം തന്റെ സുഹൃത്തിന് വേണ്ടി സഹായത്തിനായി നൽകുന്നു. ഒന്നും രണ്ടുമല്ല, 70 പവൻ സ്വർണമാണ് തന്റെ സുഹൃത്തിന്റെ കഷ്ടതകൾ കണ്ട് നിവർത്തികേട് കണ്ട് സഹായത്തിന് വേണ്ടി 1-2 ദിവസത്തേക്ക് തിരിമറിക്കാൻ വേണ്ടി നൽകിയത്. പക്ഷേ ഈ 70 പവൻ കിട്ടിയ സുഹൃത്താകട്ടെ തന്റെ സുഹൃത്തുക്കൾ തന്നോട് കാണിച്ച സ്നേഹമോ പരിഗണനയോ ഒന്നും തന്നെ കാണിക്കാതെ അവരെ കൈവിട്ടു. 70 പവനും കൊണ്ട് ആ സ്ത്രീ അങ്ങ് മുങ്ങി. അവസാനം തന്റെ ഉടമസ്ഥൻ ഈ കാര്യം അറിഞ്ഞ് എന്നായതോടെ രണ്ട് സ്ത്രീകളും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയും കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന്. അത്തരത്തിലുള്ള രണ്ട് കുടുംബത്തിലേക്കാണ് ഈ ദുരന്ത വാർത്ത എത്തുന്നത്. ഇത് നടന്നതാകട്ടെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് സഹായ മനസ്കരായിട്ടുള്ള വലിയ മനസ്സിനുടമകളാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും പല നിസ്സഹായ അവസ്ഥയിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്ന ആളുകളാണ് മലയാളികൾ. പക്ഷേ മലയാളികളുടെ അതേ സഹായം ചെയ്യാനുള്ള മനസ്സ് അതൊരു പക്ഷേ അവർക്ക് തന്നെ വില്ലനാകുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പണമിടപാട് സ്ഥാപനത്തിന്റെ ഉടമയറിയാതെ കൂട്ടുകാരിക്ക് നൽകിയ 70 പവൻ സ്വർണം തിരികെ നൽകാത്തതിന്റെ ഭാഗമായി ജീവനക്കാരികൾ ജീവനൊടുക്കേണ്ടുന്ന അവസ്ഥ. ഒരു ജ്യൂസ് കടയിലേക്കാണ് ഇവരാദ്യം എത്തുന്നത്. രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ജ്യൂസ് കുടിക്കാൻ എത്തുന്നു. സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിച്ച് ഇരിക്കാൻ വന്നു എന്നൊക്കെയാണ് ആ ജ്യൂസ് കടയിലേക്ക് അവർ വന്ന് ജ്യൂസ് ഓർഡർ ചെയ്യുന്നത് വരെ ആ കടക്കാർ പോലും കരുതിയത്. പക്ഷെ അപ്രതീക്ഷിതമായി അവർ കയ്യിൽ കരുതിയിരുന്ന വിഷം ആ ജ്യൂസിൽ ഇട്ടിട്ട് അത് കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കാഴ്ചകൾ. സംഭവത്തിൽ ദുരൂഹതകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എന്താണ് പെട്ടെന്ന് ഈ രണ്ടു പേർക്കും ഇത്തരം ഒരു തീരുമാനത്തിന് കാരണമായത് എന്ന അന്വേഷണത്തിൽ പോലീസ് എത്തുന്നു. അപ്പോഴാണ് ഈ ട്വിസ്റ്റ് അറിയുന്നത്. സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 70 പവൻ സ്വർണം നൽകി. പക്ഷെ ആ സുഹൃത്ത് തങ്ങളെ ചതിച്ചു എന്നും അവസാനം നിവർത്തികെട്ട് ആ രണ്ട് സ്ത്രീകളും സ്വന്തം ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിലൊരു യുവതി നിലവിൽ ആത്മഹത്യക്ക് മരണത്തിന് കീഴടങ്ങി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേ സമയത്ത് ഈ 70 പവനുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്ന സ്ത്രീ അവർ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. എന്തായാലും പണമിടപാട് സ്ഥാപനത്തിന്റെ ഉടമ പോലും അറിയാതെ കൂട്ടുകാരിക്ക് വേണ്ടി 70 പവൻ സ്വർണം തിരികെ നൽകിയ സംഭവം, അതിന്റെ ഭാഗമായിട്ട് രണ്ട് സ്ത്രീകളുടെ ജീവിതവും അപകടത്തിലായിരിക്കുന്ന വാർത്ത അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളക്കര ഒന്നടങ്കം. പണയം വയ്ക്കാൻ വേണ്ടി അടുത്ത സുഹൃത്തിന് എടുത്തു നൽകിയതാണ് ഈ സ്ഥാപനത്തിലെ 70 പവൻ സ്വർണം. പക്ഷേ ആ സ്വർണം അത് തിരികെ നൽകാൻ ആ യുവതി തയ്യാറായില്ല. ഇത് ആരോപിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ജ്യൂസ് കടയിലെത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. വെണ്ണിയൂർ ജയാഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യ എന്ന് പറയുന്ന 28-കാരിയായിട്ടുള്ള അഞ്ജു ഈ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. ഒപ്പം വിഷം കഴിച്ച മറ്റൊരു സുഹൃത്തായിട്ടുള്ള യുവതി ഇപ്പോൾ ഗുരുതരാവസ്ഥകൾ ചികിത്സയിൽ തുടർന്നു എന്നുള്ളതാണ് വിവരം. വെങ്ങാനൂർ ചാവാടിനാട് സ്വദേശിയായിട്ടുള്ള ഐശ്വര്യ എന്ന് പറയുന്ന 32 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് സൂചന. അതായത് ഒരു ജ്യൂസ് കടയിലേക്ക് ഇരുവരും ഷാർജ കുടിക്കാൻ വേണ്ടി വരുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ എത്തുന്നു. ഷാർജ ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. ആ ജ്യൂസ് എത്തിയതോടെ കയ്യിൽ കരുതിയിരുന്ന വിഷം ആ ജ്യൂസിൽ കലർത്തി ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നു. സ്വകാര്യ സ്വർണ്ണ പണമിടപാട് സ്ഥാപനത്തിന്റെ വിഴിഞ്ഞം ശാഖയിൽ ജീവനക്കാരികളായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അഞ്ജു എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ ഐശ്വര്യ ഇതേ സ്ഥാപനത്തിന്റെ വെങ്ങാനൂർ അമരവിള ശാഖയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇരുവരുടെയും അടുത്ത സുഹൃത്തായിട്ടുള്ള പനങ്ങോട് സ്വദേശിനിയായിട്ടുള്ള സിന്ധുവിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവർ പണയം വെക്കാൻ വേണ്ടി ഈ 70 പവൻ സ്വർണം തിരിമറിച്ചതും
അങ്ങനെ സ്വർണം നിയമവിരുദ്ധമായി മറിച്ചു നൽകി എന്നതിനേക്കാൾ ഉപരി ഈ സംഭവം പറഞ്ഞ ഡേറ്റിൽ ഇത് തിരികെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് അത് നൽകാൻ പോലും ആ യുവതി തയ്യാറായില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും പറഞ്ഞ സമയമായിട്ടും ഇവർ സ്വർണം തിരികെ നൽകാതിരുന്നതോടെ ഈ രണ്ടുപേരും ആകെ അങ്കലാപ്പിലായി. ഇതിനിടയിൽ യഥാർത്ഥ ഉടമകൾ തന്റെ സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടി സ്ഥാപനങ്ങളിൽ വരുന്നതും പതിവായി. ഇതോടുകൂടെ ആകെ ടെൻഷനിലായ അഞ്ജുവും ഐശ്വര്യയും ആ കടുംകൈക്ക് തീരുമാനിച്ചു. ആദ്യമൊക്കെ പലരോടും കടം വാങ്ങിക്കൊണ്ട് കുറച്ചു പേർക്ക് സ്വർണം, പണയം വെച്ച സ്വർണം, അതിന് പകരമായിട്ട് പണം നൽകി തങ്ങൾ ഇത് സെറ്റിൽ ചെയ്യാം എന്നുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ തടിയൂടാൻ ശ്രമിച്ചെങ്കിലും നമുക്കറിയാം സ്വർണമൊക്കെ പണയം വെക്കുന്നത് പലരും പല അറ്റാച്ച്മെന്റുമുള്ള സ്വർണമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പണയം വെക്കുന്നത് വിൽക്കാൻ മടിയുള്ളത് കൊണ്ടാണ് പണയം വെക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചെടുക്കാമല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പലരും സ്വർണം പണയം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന് പകരം പണം തരാം എന്നുള്ള ഇവരുടെ ഈ ഒരു ശ്രമം പാളിപ്പോകുകയും ഈ പറയുന്ന ഉപഭോക്താക്കൾ വീണ്ടും സ്വർണവും ആവശ്യപ്പെട്ട് അവിടേക്ക് എത്തുകയും ചെയ്തതോടെ സ്ഥാപന ഉടമ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അതോടുകൂടെയാണ് സംഭവം ഉടമ അറിയുന്നത്. അങ്ങനെ ഉടമ ഈ വിഷയം അറിഞ്ഞതോടുകൂടെ തട്ടിപ്പ് വെളിച്ചത്തായി എന്ന് മനസ്സിലായതോടെ ഇരുവരും ജീവനൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിലടക്കം വ്യക്തമാക്കുന്നത്. അഞ്ജുവിന്റെ മരണത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഐശ്വര്യയുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അഞ്ജുവിന്റെ ഭർത്താവും സഹോദരനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒടുക്കം ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം SHO VD റെജി രാജിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മരണപ്പെട്ട അഞ്ജുവിന് അഥർവ് എന്ന് പറയുന്ന ഒരു 5 വയസ്സുകാരൻ മകനുണ്ട്. ജീവിതം തുടങ്ങുന്ന സ്വപ്നം കണ്ട ജീവിതം ആരംഭിച്ച സമയത്താണ് ഇത്തരമൊരു മരണത്തിന് അവർ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും വെങ്ങാനൂർ ചാവടിനട സ്വദേശിനിയായിട്ടുള്ള യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതെന്നാണ് സൂചന. മരിച്ച യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് അനുസരിച്ച് പനങ്ങോട് സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉള്ളതെന്നാണ് വിവരങ്ങൾ. മരിച്ച യുവതിയുടെ ഫോണ് പോലീസ് കസ്റ്റഡിയിൽ നിലവിലെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിവരുന്നെന്നാണ് പോലീസിൽ നിന്ന് വരുന്ന സൂചനകൾ. തങ്ങളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയെന്നും തിരികെ ചോദിപ്പിച്ചപ്പോൾ വിറ്റുപോയതായി ഈ യുവതി പറഞ്ഞുവെന്നാണ് അഞ്ജു തന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ബന്ധുക്കളുടെ വ്യക്തമാക്കൽ. അഞ്ജു, മാതാവ്, ചികിത്സയിലുള്ള യുവതി എന്നിവരുൾപ്പെടെ ബന്ധുക്കളിൽ നിന്ന് 70 പവനോളം സ്വർണം കൈക്കലാക്കി എന്നാണ് ഇപ്പോൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചികിത്സയിലുള്ള യുവതിയുടെ മൊഴി എന്തായാലും രാത്രി തന്നെ പോലീസ് എടുത്തെങ്കിലും പോലീസ് രേഖപ്പെടുത്തിയെങ്കിലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വസ്തുത ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് അറിയാനുണ്ട്. കാരണം ഒരു സ്വർണ്ണപ്പണയ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ഒരു സെക്യൂരിറ്റി സിസ്റ്റമുള്ള ഒരു സ്ഥലമാണ് അവിടെ എന്നത്. പക്ഷെ അത്തരം സെക്യൂരിറ്റി സിസ്റ്റത്തെ പോലും ഭേദിച്ചുകൊണ്ട് തന്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 ബാർ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ഒരു 2 കുടുംബം തന്നെ തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴും സ്വർണത്തിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഇതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. നമുക്കറിയാം ഓരോ ദിവസവും സ്വർണത്തിന്റെ വില തീ പാറുന്നത് പോലെ കുതിച്ചു പൊങ്ങുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ദിവസവും സ്വർണത്തിന്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള നിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ ചില തീരുമാനങ്ങൾ, ഈ നിക്ഷേപവും സമ്പത്തുമൊക്കെ ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ കൂടെ എടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതായത് രാജ്യത്തെ വീടുകളിലും സ്ഥാപനങ്ങളുമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന വൻതോതിലുള്ള സ്വർണം സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പുതിയ സ്കീം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ ഗോൾഡ് മോണിറ്ററൈസേഷൻ സ്കീമാണ് പുതിയ രൂപത്തിൽ ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുതിയ പദ്ധതിയിൽ ഇതാദ്യമായി ആഭരണ വ്യാപാരികളെയും പ്രധാന പങ്കാളികളാക്കിക്കൊണ്ട് സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആലോചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് പദ്ധതി കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനും വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ ഏകദേശം 30,000 ടൺ സ്വർണം വീടുകളിൽ
ഉപയോഗിക്കാതെ കിടക്കുന്നതായാണ് കണക്കുകൾ. ഈ സ്വർണം സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യേണ്ടതിന്റെ ആവശ്യകത കുറയുകയും രാജ്യത്തിന്റെ വിദേശ നാണ്യ ചെലവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. 2015 ആരംഭിച്ച ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിൽ പ്രതീക്ഷിച്ചത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും നടപടിക്രമങ്ങളിലെ സങ്കീർണത, കുറഞ്ഞ പലിശ നിരക്ക്, പൊതുജന അവബോധ കുറവ് എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷമായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുക എന്നാണ് സൂചന. എന്നാലും 2025 പദ്ധതിയുടെ ചില ഘടകങ്ങൾ സർക്കാർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആഭരണ വ്യാപാരികളെ ഉൾപ്പെടുത്തി പദ്ധതി കൂടുതൽ ലളിതവും സൗഹാർദ്ദവുമാക്കാനാണ് ശ്രമം. ഇതിലൂടെ സ്വർണം നിക്ഷേപം വർദ്ധിപ്പിക്കാനും ആഭ്യന്തര സ്വർണ്ണ ലഭ്യത മെച്ചപ്പെടുത്താനും സ്വർണ്ണ ഇറക്കുമതിയിലുള്ള ആശ്രയം കുറയ്ക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു എന്നാണ് സൂചനകൾ. പുതിയ മാതൃകയിൽ ജ്വല്ലറിയിൽ വ്യാപാരികളെ ഉൾപ്പെടുത്തുന്നതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ആളുകൾ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും പഴയ സ്വർണവും മാറ്റുന്നതും പരിചയമുള്ള ജ്വല്ലറികളിലൂടെയാണ്. അതിനാൽ അവരുടെ പങ്കാളിത്തം പദ്ധതിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുകയും കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സർക്കാർ ഇപ്പോൾ വിവിധ നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്ന ഘട്ടത്തിലാണ്. അന്തിമ രൂപരേഖ തയ്യാറാക്കിയ ശേഷമായിരിക്കും പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വർണം എന്ന് പറയുന്നത് അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട മൂല്യമുള്ളൊരു വസ്തുവാണ്. അത് ഈ പറയുന്നത് പോലെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ തന്നെ സൂക്ഷിക്കുന്നവർ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കൂടെയാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്.